ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ഗാർഡൻ ഓവർവ്യൂ വീഡിയോ ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ, നമ്മുടെ ഗാർഡൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഗാർഡൻ വ്യൂയിലേക്ക് പോവാം. അപ്പോൾ ഗാർഡൻ്റെ ഓവർവ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഗാർഡൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗാർഡനിൽ പുതിയ ചെടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുന്നത്തെ വീഡിയോകൾ കാണുമ്പോൾ അറിയാം, അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് പുതിയ രീതിയിൽ ഗാർഡൻ അറേഞ്ച് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ നല്ല ഒരു രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഗാർഡൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗാർഡനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ വരുത്തിയിരിക്കുന്നതെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എല്ലാ ചെടികളിലും ഫ്ലവറിങ് ഒക്കെ ആയി വരുന്നുണ്ട്. ഓക്കെ, വിത്തൊക്കെ മുളച്ചു. നമ്മുടെ ജമന്തിയും ഒക്കെ ബാൾസം ചെടിയും ഒക്കെ സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ ലീഫി പ്ലാന്റ്സ് ഒക്കെ സെറ്റായി വരുന്നുണ്ട്. അതിലൊക്കെ പുതിയ മുളപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇനി ഈ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. റിയോ പ്ലാന്റ് ആണ്, നല്ല ബുഷായിട്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ബാക്കി ചെടികളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ യൂഫോബിയയാണ്. വളരെ മനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന യൂഫോബിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റ് ചെടികൾ കലാഞ്ചിയോ ഉണ്ട്. യൂഫോബിയ തന്നെ വെറൈറ്റി ആയിട്ട് 2-3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ കളറൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ് ഉള്ളത്. യൂഫോബിയ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ ഫ്ലവറിങ് ഉണ്ടാവുകയുള്ളൂ. ഇത് കുറച്ചും കൂടെ പെറ്റൽസ് കൂടിയ ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മുടെ പെൻഡാസാണ്. അപ്പോൾ ഇതിൽ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇത് ഒരു പിങ്ക് കളറാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. ഒരു വൈറ്റും കൂടി ഉണ്ടായിരുന്നു, അതിപ്പോൾ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ തൈകളൊക്കെ നമുക്ക് മുളപ്പിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ കൊങ്ങിണി ചെടിയാണ്. പിന്നെ ഇതൊക്കെ ബാക്കി ചെടികൾ. യൂഫോബിയയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് വെയിലൊക്കെ ആയപ്പോഴത്തേക്കും ചെടിക്ക് ചെറിയ വാട്ടം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ഡെയിലി തന്നെ ടെറസിലാണ് ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഞാൻ എന്നും നല്ല രീതിയിൽ വാട്ടറിങ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ കൊങ്ങിണി ചെടി കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ കയ്യിൽ 2 വെറൈറ്റിയോളം ഉണ്ട്. ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുള്ളത് ഈ യെല്ലോ കളർ മാത്രമാണ്. ഇത് നമ്മുടെ വേലിയിലൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ചെടിയാണ്. മൈക്ക് ചെടിയെന്ന് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അതിന് വേറെ പേരൊക്കെ ഉണ്ട് ശാസ്ത്രീയമായിട്ട്, എനിക്കിപ്പോൾ അത് കിട്ടുന്നില്ല. നമ്മുടെ ബിഗോണിയാണ്. ബിഗോണിയയുടെ 2-3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഒരു പിങ്ക്, പിന്നെ ഒരു വൈറ്റ് ബിഗോണിയ, പിന്നെ അങ്ങനെ വേറൊരു ലീഫ് വ്യത്യാസമുള്ള വേറൊരു ബിഗോണി എൻ്റെ കയ്യിലുണ്ട്. അത് വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിപ്പോൾ തെച്ചിയാണ്. തെച്ചിയിലൊക്കെ ഫ്ലവറിങ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മൊട്ടൊക്കെ ആയി വരുന്നു. ഇത് നമ്മുടെ ശവന്നാറി എന്ന് പറയും. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സൊക്കെ നല്ല പുതിയ തൈകളൊക്കെ സെറ്റായി അതിങ്ങനെ ചട്ടിയിലൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സീനിയാണ്. അപ്പോൾ സീനിയയിൽ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഞാൻ വേറെ ഫ്ലവറായ വേറെ ചെടിയുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ഇത് നമ്മുടെ ജമന്തിയും ഒക്കെ ചെടി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ബാൾസമാണ്, ചൈനീസ് ബാൾസമാണ്. അത് ഇപ്പോൾ വിത്ത് മുളച്ച് നിൽക്കുകയാണ്. ഈ ഫ്ലവറിങ് ആയാലേ കളറൊക്കെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ലില്ലിയാണ്, ഒണിയൻ ലില്ലിയാണ്. അതിപ്പോൾ നിറയെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്നും നിറയെ ഫ്ലവറൊക്കെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ നമ്മൾ കോഴിപ്പൂ എന്നൊക്കെ പറയും. കോഴിപ്പൂ എന്നൊക്കെ പറയുന്നതിൻ്റെ പേര് വേറെയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പേര് കിട്ടൂല വീഡിയോ എടുക്കുമ്പോഴത്തേക്കും, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് ബിഗോണിയ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ബിഗോണിയ എൻ്റെ കയ്യിൽ 3 വെറൈറ്റിയോളം ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടുതൽ കളക്ഷനൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശവന്നാറി അതിനും 2 വെറൈറ്റിയോളം എൻ്റെ കയ്യിലുണ്ട്. ഇത് പെൻറ്റാസ് ആണ്. ഓക്കെ, ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഓക്കെ, ഇത് ഇഞ്ചിപ്പൂവോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്, കറക്റ്റ് പേരൊന്നും അറിയില്ല. യൂഫോബിയയുടെ വേറൊരു വെറൈറ്റിയാണ്. ഇത് മുള്ളില്ലാത്ത ഒരു ഐറ്റം, യൂഫോബിയയുടെ ഒരു വെറൈറ്റിയാണ്. ഓക്കെ, നമ്മുടെ കറ്റാർ വാഴയാണ് ഗൈസ്. ഇഷ്ടംപോലെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കിട്ടുന്നുണ്ട് കറ്റാർ വാഴ. നമ്മൾ ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമുക്ക് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ്. ടെറസിലാണെങ്കിൽ പോലും വളരെ വാട്ടറിങ് ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ അതങ്ങനെ കിട്ടുന്ന മഴ കൊണ്ട് തന്നെ അതങ്ങ് പിടിച്ച് കിട്ടിക്കോളും. ഇത് ഞാൻ ഈ ലീഫി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു തരം അതിൻ്റെ പേര് സ്പൈഡർ പ്ലാന്റ് പോലെ നിൽക്കുന്നുണ്ട്, അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പക്ഷെ സംഭവം ഇതിങ്ങനെ നിറഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയാണ് ഗൈസ്. ഞാൻ ഇത് ഇങ്ങനെ ഒരിടത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ സെറ്റായി വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ 10 മണി തന്നെയാണ് ഹാങ്ങിങ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. വാൻഡ്രിങ് ജ്യൂവും ഒക്കെ ഉണ്ട്, നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ടെറസിലായതുകൊണ്ട് തന്നെ വെയിൽ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ലീഫൊക്കെ ഇങ്ങനെ മഞ്ഞളിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ഗാർഡനിങ് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു. എനിക്ക് ടെറസിലാകുമ്പോൾ അതിൻ്റേതായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് ഈ ഗാർഡനിങ്ങിനെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഗാർഡനിങ് വളരെ ഇഷ്ടമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ, ഗാർഡന് ഹാങ് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഫ്ലവർ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഒക്കെയാണ് എൻ്റെ ഗാർഡനിൽ